അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് യഥാർത്ഥ കുത്തിൻ്റെ വാർത്തയിലേക്ക് പോകണം. അത് കൊല്ലത്താണ്. കൊല്ലത്ത് ഗുണ്ടാ നേതാവിനെ വെട്ടിക്കൊന്നതിൽ പ്രതികൾക്കായി അന്വേഷണം ഊർജിതം. കൃത്യം നടത്തിയത് അലുവ അതുലും സംഘവും എന്നാണ് നിഗമനത്തിലാണ് പോലീസ്. സന്തോഷം മുൻപ് കുത്തിപ്പരിക്കേൽപ്പിച്ച പങ്കജിന്റെ പങ്കും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. അതേസമയം മരിച്ച സന്തോഷിന്റെ സംസ്കാരം ഇന്ന് നടക്കും. ദിലീപ് ദേവസ്യയുടെ കൂടുതൽ വിവരങ്ങളുമായി. ദിലീപ്, വെരി ഗുഡ് മോർണിംഗ് ദിലീപ്. ഞാൻ ആ പ്രതിയുടെ പേര് വായിച്ചപ്പോൾ ആദ്യം തെറ്റിച്ചാണ് വായിച്ചത്. ആലുവ അതിലെന്നാണ് വിചാരിച്ചത്. പിന്നീടാണ് അലുവ അതിലെന്നാണ് പേരെന്ന് മനസ്സിലായത്. കൊല്ലപ്പെട്ടത് ജിം സന്തോഷ്, കൊലപ്പെടുത്തിയത് അലുവ അതുല്. എന്തായാലും വ്യത്യസ്ത പേരുകളൊക്കെയാണ് ഇവർക്കുള്ളത്. കുടിപ്പകയാണ് എന്ന നിഗമനത്തിൽ തന്നെയാണോ പോലീസ് ഉള്ളത് ദിലീപ്? ഡോക്ടർ അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. 5 വർഷത്തെ കുടിപ്പക എന്നാണ് ഇപ്പോൾ പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഓച്ചിറ ടീമും അതോടൊപ്പം കരുനാഗപ്പള്ളി ടീമും തമ്മിലുള്ള പക, അത് ഗുണ്ടകൾ തമ്മിലുള്ള പകയാണ്. അത് കാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 മാസം മുമ്പ് ഇത്തരത്തിലുള്ള ഒരു പക 2 ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ ഒത്തുതീർപ്പാക്കിയിരുന്നു. അതിനു മുമ്പ് നവംബർ മാസത്തിൽ ഈ കൊല്ലപ്പെട്ട ജിം സന്തോഷ് ഓച്ചിറയിലുള്ള ഒരു ഗുണ്ടാ നേതാവായ പങ്കജിനെ കുത്തിയിരുന്നു. അതിനുശേഷം ഈ സന്തോഷ് ജയിലിൽ പോയി. പിന്നീടാണ് ജയിലിൽ വന്ന് ഇറങ്ങിയതിന് പിന്നാലെയാണ് ഈ കൊലപാതകം നടന്നത്. മാത്രമല്ല, ഈ സന്തോഷിൻ്റെ കൂട്ടാളിയാണ് അനീർ. അനീറിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അങ്ങനെ അനീർ ആശുപത്രിയിൽ, വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അനീർ പോലീസിന് നൽകിയ മൊഴിയിലാണ് അലുവ അതുലിൻ്റെ പേരുള്ളത്. അലുവ അതുലാണ് വെട്ടിയതെന്നും വാഹനത്തിൽ താൻ കണ്ടെന്നും അലുവ അതുൽ പറയുന്നുണ്ട്. കൂടാതെ മറ്റ് 3 പേരും ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നുവെന്നും അലുവ അതുൽ പറയുന്നുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടിപ്പോൾ പോലീസ് 18 അംഗ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. കരുനാഗപ്പള്ളി ASP അഞ്ജലി ഭാവനയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. അതിൽ 3 സർക്കിൾ ഇൻസ്പെക്ടർമാരും 4 SIമാരും ഉൾപ്പെടെയുള്ള സംഘമാണ്. അങ്ങനെ വിപുലീകരിച്ചുള്ള ഒരു അന്വേഷണ സംഘമാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത്. പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള പ്രതികളെക്കുറിച്ചുള്ള സകല വിവരങ്ങളും പോലീസിന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. പ്രതികൾ ആരാണെന്ന് ഉള്ള വിവരങ്ങളൊക്കെ കൃത്യമായ വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കാരണം ഈ വാഹനം, പ്രതികൾ ഉപയോഗിച്ചിരുന്ന വാഹനം പോലീസ് കണ്ടെടുത്തിരുന്നു. ഇത് വാടകയ്ക്ക് നൽകിയ ആള്, കുക്കു മനു എന്ന ആളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. അയാളെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇന്നലെ, അതായത് മിനിഞ്ഞാന്ന് രാത്രി 9:30 ഈ കുക്കു മനുവിൻ്റെ വീട്ടിൽ പ്രതികൾ എത്തിയിരുന്നു. 9:30 എത്തിയിട്ട് 11:30 പോയത്. അപ്പോൾ വന്ന കാര്യങ്ങളടക്കം ഈ കുക്കു മനുവിൽ നിന്ന് പോലീസ് ചോദിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. അലുവ അതുലാണ് വാഹനം കൊണ്ടുപോയതും അലുവ അതുൽ ഈ സംഭവത്തിൽ ഉണ്ടായിരുന്നു എന്നും വ്യക്തമായി. പക്ഷേ ഇതിൽ ബാക്ക് സീറ്റ് ഡ്രൈവറായ ഈ പങ്കജിൻ്റെ പങ്ക് എത്രത്തോളം ഉണ്ട് എന്നാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. പോലീസ് എന്തായാലും പ്രതികളെ കയ്യെത്തും ദൂരത്തുണ്ടെന്ന് പറയുകയല്ലാതെ ഇതുവരെ പിടികൂടിയിട്ടില്ല. ഇന്ന് പിടികൂടുമെന്നും പറയുന്നുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ പ്രതികളെ പിടികൂടുമെന്നായിരുന്നു ഇന്നലെ പറഞ്ഞത്. പക്ഷേ പിടികൂടാൻ സാധിച്ചില്ല. അതിനിടയിൽ ഇന്ന് കൊല്ലപ്പെട്ട സന്തോഷിൻ്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കുകയും ചെയ്യും. ഡോക്ടർ അരുൺകുമാർ, ഇപ്പോഴേ ഈ ഓച്ചിറ ടീമും കരുനാഗപ്പള്ളി ടീമും എന്നൊക്കെ പറഞ്ഞല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ ഓച്ചിറ ടീം, കരുനാഗപ്പള്ളി ടീം എന്നൊക്കെ പറഞ്ഞിരുന്ന ഒന്നെങ്കിൽ കബഡി കളിക്കാൻ പോകുന്ന ടീം, അതല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന ടീം അല്ലേ? ഇത് കൊട്ടേഷൻ സംഘങ്ങൾക്ക് സ്ഥലപ്പേര് വെച്ചിട്ടുള്ള പേരുകളുണ്ടല്ലേ കൊല്ലത്ത്? തീർച്ചയായിട്ടും കൊല്ലത്ത് വയനകം ടീമുണ്ട്, ഓച്ചിറ ടീമുണ്ട്, കരുനാഗപ്പള്ളി ടീമുണ്ട്. അങ്ങനെ ടീമുകളുണ്ട്. നമ്മൾ ഇന്നലെ പോലീസുമായി സംസാരിച്ചപ്പോഴാണ് പോലീസ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഓരോ ടീമാണ്. കായംകുളത്ത് ടീമുണ്ട്. അങ്ങനെ ഇന്ന് ഈ അന്വേഷണം നടക്കുമ്പോൾ, ഞാൻ പറയാൻ വിട്ടുപോയി, അന്വേഷണം നടക്കുമ്പോൾ ആലപ്പുഴ ഭാഗത്തും അന്വേഷണം നടക്കുന്നുണ്ട്. കൊല്ലം ജില്ലയുടെ അതിർത്തികളിലെല്ലാം തന്നെ ഇവർ രക്ഷപ്പെടാനുള്ള സാധ്യതകളുണ്ടെങ്കിൽ ആ അതിർത്തികളിലെല്ലാം തന്നെ പോലീസ് ഇപ്പോൾ വല വിരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് നടത്തുന്നത്. നേരത്തെ അരുൺകുമാർ പറഞ്ഞതുപോലെ നമ്മൾ 2 ആഴ്ച മുമ്പ് ഒരു വാർത്ത നൽകിയിരുന്നു. വടിവാൾ കൊണ്ട് കേക്ക് മുറിച്ചത്. അത് ആലപ്പുഴ സംഘമായിരുന്നു. അത് കരുനാഗപ്പള്ളിയിൽ എത്തിയിട്ടായിരുന്നു കേക്ക് മുറിച്ചത്. അങ്ങനെ ഗുണ്ടാ സംഘങ്ങളുടെ കൂടിച്ചേരലുകളുടെ ഒരു കേന്ദ്രമായിട്ട് കരുനാഗപ്പള്ളി മാറിയിട്ടുമുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കം അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഡോക്ടർ അരുൺകുമാർ. ഓക്കെ, താങ്ക് യു ദിലീപാണ് ആ വാർത്ത പ്രേക്ഷകരിലേക്ക് ഇന്നലെ വാർത്താ പ്രഭാതത്തിൽ എത്തിച്ചത്. ഈ ജിം സന്തോഷിനെ അലുവ അതുലും സംഘവുമാണ് വെട്ടിക്കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ